ചില അസുഖങ്ങളുടെ പേരുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇതൊരിക്കലും നമ്മുടെ നാട്ടിൽ വരുന്നതല്ല, നമ്മൾ ഭയക്കേണ്ടതല്ല എന്ന് കരുതാറുണ്ട്. എൻ്റെ കൂടെ ഇന്ന് ആരോഗ്യത്തിൽ അതുപോലൊരു അസുഖത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത് ഡോക്ടർ ശ്യാംലാലാണ്. അദ്ദേഹം ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, അതുപോലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. ശ്യാംലാൽ ഡോക്ടർ, സ്വാഗതം. നമസ്കാരം. ഡോക്ടറെ ഇതിനു മുന്നേ ഒരുപാട് ആളുകൾ കണ്ട് ഡോക്ടറുടെ ഒരുപാട് ടോക്സ് കേട്ടിട്ടുള്ള ഒരാളാണ്. എന്നെ അതിശയിപ്പിച്ചത്, ഞാൻ വെള്ളക്കാരുടെ അസുഖമെന്ന് കരുതിയ ഒരു അസുഖത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞപ്പോഴാണ്, ഡോക്ടർ അതിൽ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ആ ഒരു മേഖല. ഡോക്ടർ, ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ പോലെ വെള്ളക്കാരുടെ അസുഖം എന്നാണ് ഇതിനെ വിളിക്കുന്നത്, പക്ഷെ ഇപ്പോൾ അതങ്ങനെ അല്ല അല്ലേ? അതെ, രേണു പറഞ്ഞത് കറക്റ്റാണ്. ഇത് വെള്ളക്കാരുടെ അസുഖം എന്നുള്ളൊരു കൺസെപ്റ്റാണ് മുമ്പുണ്ടായിരുന്നത്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ രോഗത്തിനെക്കുറിച്ച്. ബിക്കോസ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് കോമൺ ആയിട്ട് കണ്ടിരുന്നത് യൂറോപ്പ്, കാനഡ, US അവിടങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഇന്ത്യയിലും ഏഷ്യയിലും ഒക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗമാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. അപ്പം നമ്മൾ ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുമ്പോൾ അത് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കണം. ഡോക്ടർ, ഞാൻ ആദ്യമായിട്ട് ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന അസുഖം കേൾക്കുന്നത് ന്യൂസിലൻഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്കറിയാവുന്ന ഒരാൾക്ക് സ്ട്രോക്ക് വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പറയുന്നത് അത് സ്ട്രോക്ക് ആയിരുന്നില്ല, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആയിരുന്നുവെന്ന്. അത് അവനല്ലേ ഇവനെന്ന് തോന്നുന്ന പോലെ ഈ രണ്ട് അസുഖങ്ങളും തമ്മിൽ ലക്ഷണങ്ങൾ ഒരുപോലെയാണോ? ഈ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ ആദ്യം മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് പറയാം. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡീകോശങ്ങൾക്ക്, തലച്ചോറിലെയും സുഷുമ്ന നാഡിയിലെയും നാഡീകോശങ്ങളുടെ കവറിങ്ങാണ് മയലിൻ. മയലിൻ എന്ന് പറഞ്ഞൊരു കോട്ടിംഗ് ഉണ്ട്, ഒരു ആവരണം. അപ്പോൾ ഈ ആവരണത്തിലൂടെയാണ് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ മയലിൻ ഉണ്ടാകുന്ന അസുഖമാണ് ഡീമയലിനേറ്റിംഗ് ഡിസീസസ് എന്ന് പറയും. അപ്പോൾ ഈ ഡീമയലിനേറ്റിംഗ് ഡിസീസസിൽ ഏറ്റവും കോമൺ ആദ്യം കാണുന്ന ഡിസീസാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ഇറ്റ്സ് എ CNS ഡീമയലിനേറ്റിംഗ് ഡിസീസ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഡീമയലിനേറ്റിംഗ് ഡിസീസ്. അതായത് ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയാണ് ഇത് പ്രൈമറിലി അഫക്റ്റ് ചെയ്യുന്നത്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും പരിചയമായിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒരു പക്ഷേ വാദം പോലുള്ള അസുഖങ്ങളായിരിക്കും. ഇപ്പം ജോയിൻസ്, സന്ധികൾക്ക് എഗൻസ്റ്റ് നമ്മുടെ ബോഡി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു അസുഖമാണ് വാദം, ആമവാദം അല്ലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയും. അതേപോലെ നമ്മുടെ നാഡീകോശങ്ങളുടെ ആവരണമായ മയലിൻ എഗൻസ്റ്റ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അസുഖമാണ് ഡീമയലിനേറ്റിംഗ് ഡിസീസ്. അതിലൊരെണ്ണമാണ് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ഇപ്പം രേണു സൂചിപ്പിച്ച പോലെ തന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് അതൊരു സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിന് മിമിക് ചെയ്യാവുന്ന സിംറ്റംസാണ്. ഇപ്പം നമ്മൾക്ക് പക്ഷാഘാതത്തിൻ്റെ പ്രധാന സിംറ്റംസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു സൈഡ് സ്തംഭിച്ചു പോവുക, വാ കൂടി പോവുക, അല്ലെങ്കിൽ ഒരാൾക്ക് നടക്കാനുള്ള ബാലൻസ് നഷ്ടപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസാണ് എല്ലാവർക്കും അറിയാം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിൻ്റെ സിംറ്റംസ്. അതേപോലുള്ള സിംറ്റംസ് വളരെ ചെറുപ്പക്കാരായ ആൾക്കാരിൽ വരികയാണെങ്കിൽ അത് ഡീമയലിനേറ്റിംഗ് ഡിസീസസിലേക്ക് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇനിഷ്യലി നമ്മൾ അത് സ്ട്രോക്ക് പോലെ തോന്നുമെങ്കിലും അത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള വഴികൾ എന്താണ്? അതായത് രണ്ടാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പം ഇതിൻ്റെ ലക്ഷണങ്ങൾ വളരെ നേരത്തെ തുടങ്ങില്ല. ഇപ്പോൾ സ്ട്രോക്ക് ആണെങ്കിൽ അത് വരുന്നതിനും കുറേ മുന്നേ തന്നെ ലക്ഷണങ്ങൾ കാണിക്കും എന്ന് പറയും. അപ്പോൾ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് അത് ഏത് തരം ആൾക്കാരിൽ, ഞാൻ അങ്ങനെ പലതായിട്ട് ചോദിക്കാം, ഏത് തരം ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ കാണുക? ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഈ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത് എപ്പോഴും വളരെ പ്രായമായ ആൾക്കാരിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഒരു 50-60 വയസ്സിലുള്ള ആൾക്കാർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അങ്ങനെയൊക്കെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാരിലാണ് കോമൺ ആയിട്ട് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം കാണുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് വളരെ ചെറുപ്പക്കാരിലാണ് കാണുന്നത്. അതിൻ്റെ കോമൺ ഒരു മീഡിയൻ ഏജ് എന്ന് പറയുന്നത് ഒരു 20, 30, 35 ഈ ഏജ് ഗ്രൂപ്പിലാണ് കാണുന്നത്. യൂഷ്വലി 10 to 15 ഇടയിലാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് വരുന്നത്. ബിക്കോസ് അതൊരു നമ്മുടെ ഓട്ടോ ഇമ്മ്യൂണിറ്റി, ബോഡിയുടെ പ്രതിരോധ ശക്തി കൂടി നിൽക്കുന്ന ആൾക്കാരിലാണ് കാണുന്നത്. ചെറുപ്പക്കാരിലാണല്ലോ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഏറ്റവും മാക്സിമം ഉള്ളത്. അങ്ങനെയുള്ള ആൾക്കാരിൽ ഇമ്മ്യൂണിറ്റിയിലുണ്ടാകുന്ന തകരാറിൻ്റെ പാർട്ടായിട്ടുണ്ടാകുന്ന രോഗമാണ്. അപ്പം ഇത് സ്ട്രോക്ക് പോലല്ല, ഇത് വളരെ ചെറുപ്പക്കാരിലാണ് കാണുന്നത്. പിന്നെ ഇത് കോമൺ ആയിട്ട് ഫീമെയിൽസിലാണ് കാണുന്നത്. 3:1 ആണ് ആ റേഷ്യോ പറയുന്നത്. യങ് ഫീമെയിൽസിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. അപ്പം നമ്മൾ ഒരുപാട് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും യൂഷ്വലി വളരെ യങ് ആയിട്ടുള്ള ഫീമെയിൽസാണ് കൂടുതലായിട്ട് വരുന്നത്. ഒരു 20, 30 അല്ലെങ്കിൽ കോളേജ് ഗോയിങ് ഗേൾസ്, ഇവരിലാണ് കോമൺ ആയിട്ട് ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്
പല പ്രസൻറ്റേഷൻസ് ഉണ്ട്. അതിനകത്തൊരു 4 ടിപ്പിക്കൽ സിൻഡ്രംസ് ഓഫ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയും. 4 കോമൺ പ്രസൻറ്റേഷൻസിനാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിന് പറയുന്നത്. ഒന്ന്, പെട്ടെന്ന് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോവുക, ഒപ്റ്റിക് ന്യൂറൈറ്റിസ് എന്ന് പറയും. ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, കണ്ണിൻ്റെ ഞരമ്പുകളുടെ കോട്ടിങ് പോകുന്നതിൻ്റെ പാട്ടായിട്ട് പെട്ടെന്ന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഇവർ യൂഷ്വലി ഓഫ്താൽമോളജി സ്റ്റിൻ്റെ അടുത്താണ് പോകുന്നത്. അവരത് നോക്കിയിട്ട് പിന്നെ അത് ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യും, ഇതിൻ്റെ വർക്കപ്പിനും ബാക്കി ട്രീറ്റ്മെൻറ്റിനും ഒക്കെ ആയിട്ട്. രണ്ടാമത്തെ കോമൺ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് സ്പൈനൽ കോഡിനെ അഫക്റ്റ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് മയലൈറ്റിസ് എന്ന് പറയും. സ്പൈനൽ കോഡിൻ്റെ കോട്ടിങ് പോകുന്നു. ഇപ്പം നമ്മുടെ ഈ തൊറാസിക് റീജിയനിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ അരയ്ക്ക് താഴെ കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെടും. വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥകളാണിത്. നമ്മളുടെ പെട്ടെന്ന് ഒരാൾക്ക്, ഒരു യങ് ഫീമെയിലിന് കാല് രണ്ടും സ്തംഭിച്ച പോലെ വരിക, അതാണ് ട്രാൻസ്വേഴ്സ് മയലൈറ്റിസ്, രണ്ടാമത്തെ കോമൺ പ്രസൻറ്റേഷൻ. മൂന്നാമത്തെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ സെറിബെല്ലം എന്ന് പറയും. സെറിബെല്ലമാണ് നമ്മുടെ ബാലൻസിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ സെറിബെല്ലത്തിൽ ന്യൂറോൺസിൻ്റെ കോട്ടിങ്സ് പോകുന്നതിൻ്റെ പാട്ടായിട്ടുണ്ടാകുന്ന അറ്റാക്സിയ, ഇംബാലൻസ്, നടക്കുമ്പോൾ മറിഞ്ഞ് പോകുന്നു. ഇതാണ് മൂന്നാമത്തെ കോമൺ പ്രസൻറ്റേഷൻ ഓഫ് എ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. പിന്നെ നാലാമത്തെ കോമൺ പ്രസൻറ്റേഷൻ, അതായത് ടിപ്പിക്കൽ സിൻഡ്രം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ സ്റ്റെം, ബ്രെയിൻ്റെ തണ്ടെന്ന് പറയും, ബ്രെയിൻ സ്റ്റെമ്മിൽ ന്യൂറോൺസിൻ്റെ കോട്ടിങ്സ് പോകുമ്പോൾ നമ്മുടെ ഒരു ശരീരത്തിലെ മുഖത്തിൻ്റെ ഒരു ഭാഗത്ത് അതിശക്തമായ വേദന, അല്ലെങ്കിൽ കണ്ണിൻ്റെ ചലനത്തിലുണ്ടാകുന്ന തകരാറിൻ്റെ പാർട്ടായിട്ട് വസ്തുക്കളൊക്കെ രണ്ടായിട്ട് കാണുക, ഇങ്ങനെയുള്ള അവസ്ഥ. ഇതാണ് നാലാമത്തെ കോമൺ സിൻഡ്രം. ഇതാണ് കോമൺ പ്രസൻറ്റേഷൻസ് ഓഫ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. വേറെ ഒരുപാട് എറ്റിപ്പിക്കൽ പ്രസൻറ്റേഷൻസ് ഉണ്ട്, പക്ഷേ ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൻ്റെ ടിപ്പിക്കൽ സിൻഡ്രോംസ് ഓഫ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. ഇത് ശരിക്കും കേട്ട് കഴിയുമ്പോൾ തന്നെ അറിയാം, ഇതിലെ പല ഡോക്ടർ ഇപ്പോൾ 4 പറഞ്ഞ കാര്യങ്ങളും 4 അസുഖങ്ങളായിട്ട് നമ്മൾ വേറെ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന രോഗങ്ങളാണ് ഡോക്ടർ പറഞ്ഞതൊക്കെ. ഇപ്പം മൈഗ്രെയിൻ ഭയങ്കരമായിട്ട് വരുന്നതും, അല്ലെങ്കിൽ ഈ സ്ട്രോക്കിൻ്റെ സമയത്ത് പോലെ കൂടിപ്പോകുന്ന പോലത്തെ, ഇതെല്ലാം ശരിക്കും സംശയിക്കാവുന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലേ, സ്ത്രീകൾക്കാണ് ഇത് കൂടുതൽ കാണുക, യങ് ആയിട്ടുള്ള ഫീമെയിൽസിൽ നിന്ന്. ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസീസാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ? കാരണം നമ്മൾ ആ ഒരു ചെറിയ പ്രായത്തിൽ വരുമ്പോൾ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ മക്കളെ വളർത്തുമ്പോൾ തന്നെ ഫുഡും ബാക്കിയെല്ലാം ശ്രദ്ധിച്ചിട്ടാണ്. പിന്നെ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം, ഇതൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പേടിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു അസുഖത്തിൽ എന്തുകൊണ്ടാണ് സ്ത്രീ പുരുഷൻ എന്നൊരു ഇത് വ്യത്യാസം വരുന്നത്? ഈ എല്ലാ ഡിസീസസിലും അതിനൊരു ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ജെനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ട്. അപ്പോൾ ഈ ജെനറ്റിക് പ്രീഡിസ്പോസിഷൻ കാരണമാണ് ഫീമെയിൽസിൽ കോമൺ ആയിട്ട് ഈ ഡിസീസസ് വരുന്നത്. ഇത് നോട്ട് ഓൺലി മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും കൂടുതലും ഫീമെയിൽസിലാണ് കാണുന്നത്. മേ ബി ഡ്യൂ ടു ദെയർ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കുറച്ചും കൂടെ ആക്റ്റീവ് ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ആ ഇമ്മ്യൂൺ ഡിസ്റെഗുലേഷന് അവർ കൂടുതൽ പ്രോൺ ആയതുകൊണ്ടാവാം. 2 കാരണങ്ങൾ കൊണ്ടും സ്ത്രീകളിൽ കോമൺ ആയിട്ടാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പോലുള്ള എല്ലാ ഡീമൈലിനേറ്റിംഗ് ഡിസീസസും മെജോറിറ്റിയും ഫീമെയിൽസിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഞാനിതിൻ്റെ പ്രിവെൻഷനെ കുറിച്ച് ചോദിക്കുന്നതിന് മുന്നേ, ഇപ്പം ഇങ്ങനൊരു അസുഖം വന്നു എന്ന് വിചാരിക്കുക, ഇത് കേട്ട് കഴിയുമ്പോൾ ശരിക്കും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരുന്നു, അപ്പം ഇങ്ങനെ സ്ട്രോക്കിന് സമാനമായ പോലെയുള്ള ലക്ഷണങ്ങൾ കാണിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ തളർന്നു പോകുന്ന അങ്ങനത്തെ കേസുകൾ, അങ്ങനെ അത്രയും ഭീകരമായി ഇത് എത്താറുണ്ടോ? ഉണ്ട്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഒരു പ്രാവശ്യം വന്നങ്ങ് മാറുന്ന രോഗമല്ല. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഒരു റിലാപ്സിങ് റെമിറ്റിംഗ് ഡിസീസാണ്. അതിൻ്റെ കോമൺ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ റിലാപ്സിങ് റെമിറ്റിംഗ് ഡിസീസാണ്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പെട്ടെന്ന് കണ്ണിൻ്റെ കാഴ്ചശക്തി പോകുന്നു. അവർക്ക് നമ്മൾ ഒരു ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുത്തു കഴിയുകയാണെങ്കിൽ ഒരു 90% റിക്കവറി വിത്തിൻ 2 months കിട്ടും. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ആ ഡിസീസ് മാറി. പക്ഷേ അവർക്ക് വീണ്ടും വേണമെങ്കിൽ സ്പൈനൽ കോഡിൻ്റെ ഡാമേജ് വന്ന് ഇത് വരാം. അത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണെങ്കിൽ. അപ്പോൾ അതൊരു റിലാപ്സിങ് റെമിറ്റിംഗ്, ഒരു പ്രാവശ്യം വരുന്നു, അത് കുറേ ഇമ്പ്രൂവ് ചെയ്യുന്നു, വീണ്ടും അസുഖം വരുന്നു, വീണ്ടും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നു, അങ്ങനെയുള്ളൊരു ഡിസീസാണ്. അപ്പോൾ അത് പ്രോപ്പർലി ഐഡൻറ്റിഫൈ ചെയ്ത് അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഡിസീസ് വീണ്ടും വരാം. പിന്നെ 2, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ഏജ് കൂടി പോകുമ്പോൾ അത് വരാനുള്ള സാധ്യത കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് പേര്, ഈ വളരെ യങ്ങായിട്ടുള്ള ആൾക്കാർ, അവർ ഇപ്പോൾ അറിയാമല്ലോ, എല്ലാ ആൾക്കാരും ആ ഒരു ഡിസീസ് കണ്ടു കഴിഞ്ഞാൽ അവരത് മൊത്തം പഠിച്ചിട്ടായിരിക്കും വരുന്നത്. അവർ ഗൂഗിളെല്ലാം ചെക്ക് ചെയ്ത് അതെല്ലാം കണ്ട് അവർ പേടിച്ച് അവർ വന്നിരുന്നിട്ട് ഇത് MS ആണെന്ന് ഡോക്ടർ പറയരുത് എന്ന് പറഞ്ഞാണ് അവർ വന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് പേരുടെ നിന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഇത് അവരിപ്പം ഒരു ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ആണ്, ഒഫ്താൽമോളജിസ്റ്റ് റെഫർ ചെയ്യുന്നു, അപ്പോൾ അവർക്ക് MS ഒരു പോസിബിലിറ്റിയാണ് എന്ന് പറഞ്ഞ് വന്നിട്ട് MS ആവരുത് എന്ന് പറഞ്ഞാണ്. നമ്മുടെയും ആഗ്രഹം ആവരുതെന്നായിരിക്കാം. എന്നാലും അത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണെങ്കിലും അതൊരു ട്രീറ്റബിൾ ഡിസീസാണ്.
പണ്ടത്തെ കാലഘട്ടം പോലെ അല്ല. ഇപ്പം മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിന് പെട്ടെന്ന് വരുന്ന അസുഖത്തിന് നമ്മൾ അക്യൂട്ട് അറ്റാക്സ് എന്ന് പറയും. അക്യൂട്ട് അറ്റാക്സ്, ഈ നേരത്തെ സൂചിപ്പിച്ച സിംറ്റംസ്, അത് വീണ്ടും വീണ്ടും വരുമ്പോൾ അതിനെ നമ്മൾ റിലാപ്സസ് എന്ന് പറയും. അപ്പം ഈ അക്യൂട്ട് അറ്റാക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിഫറൻ്റ് ആണ്. റിലാപ്സസ് വരാതിരിക്കാൻ, അതായത് പ്രിവെൻറ്റീവായിട്ട് നമ്മൾ എടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ഉണ്ട്, മെഡിക്കേഷൻസ് ഉണ്ട്. അപ്പം ഇതൊരു മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഇപ്പോഴത്തെ കറൻറ്റ് ഇയറയിൽ അതൊരു പൊട്ടൻഷ്യലി ട്രീറ്റബിൾ ഡിസീസാണ്. അപ്പം നമ്മളത് ഡിസീസാണെന്നറിഞ്ഞ് നമ്മളത് തകർന്നു പോകേണ്ട ആവശ്യമില്ല. അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന് റെഗുലറായിട്ട് മെഡിക്കേഷൻസ് കഴിച്ചാൽ നമ്മൾക്കത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാവുന്ന ഒരു രോഗമാണ്. ക്യൂറിലേക്ക് വരുന്നതിന് മുന്നേ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ വളരെ യങ് ആയിട്ടുള്ള ആളുകളിലാണ് ഇപ്പോൾ ഈ ഒരു അസുഖം നമ്മൾ കണ്ടുവരിക എന്നുള്ളത്. അപ്പം യങ് എന്നല്ലാതെ ഇപ്പം വേറെ ഏത് ടൈപ്പ് ഓഫ് ആളുകൾക്ക്, ഇപ്പോൾ സ്ത്രീകൾക്ക് ഡോക്ടർ പറഞ്ഞു ഇത് കൂടുതൽ. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഫെയർ കോംപ്ലക്ഷൻ ആളുകൾക്ക് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന്. അങ്ങനെയാണോ? കറക്റ്റ്. ഈ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ UK, യൂറോപ്പ്, കനേഡിയൻ ഫെയർ ബ്ലോണ്ട് ഫീമെയിൽസാണ്. ഫെയർ ബ്ലോണ്ട് ഫീമെയിൽസിലാണ് കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഡിറ്റക്റ്റ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷനിൽ നമ്മളുടെ പേഷ്യൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിലും ഫെയർ ആയിട്ടുള്ള ആൾക്കാരിലാണ് കോമൺ. അഫ്ലുവൻ ഗ്രൂപ്പിലുമാണ് ഇത് കോമൺ ആയിട്ട് കാണുന്നത്. അത് അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള ആൾക്കാരിലാണ് കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് കാണുന്നത്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാകാം, പക്ഷേ ഇറ്റ് ഈസ് മോർ കോമൺ ഇൻ ദീസ് പീപ്പിൾ. ഈ ഞാൻ കേട്ടു കോവിഡ് വന്നതിന് ശേഷം ഈ അസുഖം കൂടുതൽ ഡിറ്റക്റ്റ് ചെയ്ത് തുടങ്ങി, ആളുകൾ കൂടുതൽ അറിഞ്ഞു തുടങ്ങി. അങ്ങനെയാണോ? അതായത് കോവിഡും അകത്തിരിക്കലുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ, അതോ പണ്ടും ഇതുണ്ടായിരുന്നു, ഡിറ്റക്റ്റ് ചെയ്യാതെ പോയ കേസുകളായിരുന്നു ഒത്തിരി, അങ്ങനെയാണോ? അത് ഈ കോവിഡിന് മാത്രമല്ല, ഞാനീ പറഞ്ഞ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൻ്റെ സിംറ്റംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്ന മനസ്സിൻ്റെ അസുഖങ്ങളെന്ന് പറയും. ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഫാമിലി സ്ട്രെസ്സ്, ടെൻഷൻ, ആങ്സൈറ്റിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളതിന് ഡിസോസിയേഷൻ എന്നാണ് പറയുന്നത്. പണ്ട് പറയുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഡിസോസിയേറ്റീവ് മോട്ടോർ ഫിനോമിനോൺ എന്ന് പറയും. ചില ഒരു ഫാമിലിയിൽ ഒരു മാരേജ് കഴിഞ്ഞ് ഹസ്ബൻഡും വൈഫും കൂടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അത് കഴിയുന്നുടനെ പെട്ടെന്ന് പുള്ളിക്കാരി 2 കാലും സ്തംഭിച്ചു, നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവരും. അത് മനസ്സിൻ്റെ അസുഖം ഡിസോസിയേഷൻ ആവാം. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞിരുന്ന കുറേ സിംറ്റംസ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൻ്റേതാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് പെട്ടെന്ന് ഒരാൾക്ക് കാഴ്ച ശക്തി പോകുന്നു എന്ന് വെച്ചാൽ, ഇപ്പം രേണു ഇവിടെ ഇരിക്കുന്നു, രേണു യു ആർ യങ്. അപ്പം പെട്ടെന്ന് രേണു ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ ഈ കണ്ണ് കാണുന്നില്ല, എൻ്റെ കാഴ്ചശക്തി പോയി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, ഒരു ദിസ് എ കോമൺ സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ പറയുമ്പം ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അവർ പറയും പുള്ളിക്കാരി ചിലപ്പോൾ അത് വെറുതെ പറയുന്നതായിരിക്കാം, അത് പുള്ളിക്കാരി അസുഖമൊന്നുമില്ല, എല്ലാവരുടെയും അറ്റൻഷൻ സീക്കിങ്ങിനായിട്ട് പറയുന്നതാവാം. അങ്ങനെ പറഞ്ഞിരുന്ന പല അസുഖങ്ങളും പറഞ്ഞിരുന്ന പല ഇതും പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾക്ക് MRI സ്കാൻസസ് എല്ലാം എല്ലായിടവും അവൈലബിളാണ്. നമ്മൾ ഈ ഡീമൈലിനേറ്റിംഗ് ഡിസീസസ് യൂഷ്വലി നമുക്ക് അത് പിക്ക് ചെയ്യണമെങ്കിൽ MRI സ്കാൻസിലേ അത് പിക്ക് ചെയ്യത്തുള്ളൂ. അതിൽ പിക്ക് ചെയ്യാം, ഡെഫിനറ്റ് ആയിട്ട് അതിനകത്ത് പിക്ക് ചെയ്യാം. മുൻകാലങ്ങളിൽ ഈ MRI അത്ര അവൈലബിൾ അല്ല. ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഇതേക്കുള്ളൊരു സിംറ്റംസ് വന്നാൽ നമ്മൾ പോയി സാധാരണ CT സ്കാൻ എടുക്കും. CT സ്കാനിൽ ഡീമൈലിനേഷൻ പിക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്വേഴ്സ് മൈലൈറ്റീസ് വന്നു, നമ്മളൊരു CT ആണ് എടുക്കുന്നതെങ്കിൽ അതിലൊരിക്കലും കണ്ടെത്തത്തില്ല. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഇവരെ എന്ത് ചെയ്യും, ഇതൊരു മനസ്സിൻ്റെ അസുഖമാണ്, ഇതൊരു ഡിസോസിയേഷനാണെന്ന് പറഞ്ഞ് വിടും. പക്ഷേ ഇതിനകത്ത് രണ്ടാമതൊരു കാര്യമുണ്ട്, കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ബലക്കുറവ് കുറേ ഇമ്പ്രൂവും ചെയ്യും. ട്രീറ്റ് ചെയ്തില്ലെങ്കിലും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അതൊരു മൊത്തത്തിലൊരു കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. അപ്പം മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്ന ഹിസ്റ്റീരിക്കൽ അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് മോട്ടോർ ഫിനോമിനോൺ എന്നൊക്കെ പറഞ്ഞിരുന്ന പലതും ഈ കറക്റ്റായിട്ട് പറയുമ്പോൾ ഇപ്പം മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ നേരത്തെ ചോദിച്ച കോവിഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കോവിഡിൻ്റെത് ആ ഇൻഫെക്ഷൻസ് വന്നപ്പം എനിക്ക് തോന്നുന്നു ആൾക്കാർ ചെറിയ ചെറിയ സിംറ്റംസിനും ഇതിനും എല്ലാം അത് കോവിഡാണോ, ഇത് കോവിഡ് റിലേറ്റഡ് ആണോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഡോക്ടറുടെ അടുത്ത് പോകുന്നത് കൊണ്ടായിരിക്കാം അതിൻ്റെ പിക്കപ്പ് റേറ്റ്സ് കൂടിയത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പോൾ കണ്ണിൻ്റെ കാര്യമാണെങ്കിലും കാലിൻ്റെ ഇതൊക്കെയാണെങ്കിലും ഇതൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു അസുഖമാണെന്നാണ്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഒരു പെയിൻഫുൾ അസുഖമാണോ? പെയിൻ എന്നുള്ളതിനെക്കാട്ടിയും ഡിസബിലിറ്റിയാണ്. പെയിനിനെക്കാട്ടിയും ഇറ്റ് ഈസ് എ ഡിസബിലിറ്റി. നമുക്കിപ്പം പെട്ടെന്ന് വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാളാണ്, നമ്മളീ പറയുന്ന പോലെ വേറെ ഒരുപാട് അസുഖങ്ങളുള്ള ഒരാളല്ല. ഇൻ ദ പീക്ക് ഓഫ് ദെയർ കരിയർ അല്ലെങ്കിൽ പീക്ക് ഓഫ് ദെയർ ലൈഫ്, യൂത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയത്താണ് അവർക്ക്
ഇത് സ്റ്റക്ക് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? സോ ഇറ്റ്സ് വെരി പെയിൻഫുൾ ടു ദ മൈൻഡ്. നമ്മളെ ബോഡിയെ കാട്ടി നമ്മളെ മാനസികമായി തളർത്തുന്ന രോഗങ്ങളിലൊന്നാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. പെയിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് മുഖത്തിൻ്റെ ഒരു സൈഡ് വരുന്ന പെയിൻ, ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്ന് പറഞ്ഞുള്ള ഇൻട്രാക്റ്റബിൾ പെയിൻ, അത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൻ്റെ പാർട്ടായിട്ട് വരാം. അതേപോലെ തന്നെ ഈ അരയ്ക്ക് താഴെ സ്തംഭിക്കുമ്പം മരവിപ്പ്, പെരുപ്പ്, സെൻസറി സിംറ്റംസ്, പെയിൻ, ഇതെല്ലാം ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് പെയിൻ ഉണ്ടാവാം. ഈ ശരീരത്തിനുണ്ടാകുന്ന ഡിസബിലിറ്റിയും മനസ്സിനുണ്ടാകുന്ന പെയിനുമാണ് എനിക്ക് തോന്നുന്നു കൂടുതലും മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പോലുള്ള അസുഖങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പം ഈ ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ക്യൂർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷേ ഇത് 100% ക്യൂർ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു ഡിസീസും നമുക്ക് ലോകത്ത് 100% ക്യൂർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾക്ക് ഡയബറ്റീസ് വന്നാൽ എന്ത് ചെയ്യും? അയാൾ ഡയബറ്റീസിനുള്ള മെഡിസിൻസ് പ്രോപ്പറായിട്ട് കഴിക്കും. ഹൈപ്പർ ടെൻഷൻ വന്നാൽ എന്ത് സംഭവിക്കും? ഹൈപ്പർ ടെൻഷൻ നമ്മൾ മെഡിസിൻസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് പോവും. എല്ലാ ഡിസീസസും അങ്ങനെയാണ്. ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്താണ്? അതിനുള്ള മെഡിസിൻസ് റെഗുലറായിട്ട് കഴിക്കും. സ്ട്രോക്ക് വന്നാൽ എന്താ? മെഡിസിൻസ് റെഗുലറായി. നമുക്ക് വന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന ഒരേ ഒരു അസുഖമേ ഉള്ളൂ, അത് ഇൻഫെക്ഷൻസ് ആണ്. വേറെ ഒരു ഡിസീസും ലോകത്ത് ആർക്കും കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് നമുക്ക് കൺട്രോൾ ചെയ്ത് നമ്മൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾക്കൊരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അതേപോലെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഒരു അസുഖം വന്നാൽ അതിനതിൻ്റേതായ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അത് ഉപയോഗിച്ച് കറക്റ്റായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഇപ്പം നേരത്തെ ഞാൻ ലക്ഷണങ്ങളെക്കുറിച്ച് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന കാര്യങ്ങളൊക്കെയാണ് വരിക എന്നുള്ളത്. അത് ഈ ഒറ്റയടിക്കൊരു വരവാണോ? അതായത് അതിന് മുന്നേയുള്ള കുഞ്ഞു കുഞ്ഞു ലക്ഷണങ്ങളുണ്ടോ? ശരീരം വേറെ എന്തെങ്കിലും കാണിക്കുമോ? ഇപ്പോൾ ചില അസുഖങ്ങൾ പറയും ഇടപെടാതെ പനി വന്നുകൊണ്ടിരുന്നു, അതിന് മുന്നേ പെട്ടെന്ന് പിന്നെ ഒരു അസുഖം വന്നു. അതുപോലെ ഈ പറയുന്ന പോലെ ഒറ്റയടിക്കുള്ള വരവുകളാണോ? ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിന് എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൈനർ സിംറ്റംസ് നമ്മൾ നോട്ടീസ് ചെയ്യണമെന്നില്ല. ഒരു കോമൺ സിംറ്റംസിലൊന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു യങ് ഫീമെയിൽ ഇത്രയും ഭാഗത്ത് ഒരു മരപ്പ്, എൻ്റെ ഈ വയറിൻ്റെ ഇത്രയും ഭാഗത്തൊരു പെരുത്തിരിക്കുന്നു എന്ന് പറയുന്നു. അവർ എനിക്ക് തോന്നുന്നു വേറെ പല ആൾക്കാരെയും പോയി കാണും. അപ്പോൾ അവരെല്ലാം ജസ്റ്റ് നോക്കിയിട്ട് ഇത് കുഴപ്പമൊന്നുമില്ല, ഇത്രയും ഭാഗത്തൊരു മരപ്പ് എന്ന് പറയും. പക്ഷേ അത് സ്പൈനൽ കോഡിൽ ഒരു ചെറിയ ഒരു ഏരിയയിൽ നമ്മൾ ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൻ്റെ ഡാമേജസിനെ പ്ലാക്സ് എന്നാണ് പറയുന്നത്. ഈ ഡീമൈലിനേറ്റിംഗ് പ്ലാക്സ്, ആ നെർവിൻ്റെ കോട്ടിങ് പോകുന്ന ഏരിയ, ഒരു സ്പെസിഫിക് ഏരിയയിൽ അത്രയും പാർട്ടിൽ ഡീമൈലിനേഷൻ വന്നാൽ കോമൺ ആയിട്ട് കാണുന്നതാണ്, നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഡോക്ടേഴ്സിന് ഇഷ്ടംപോലെ ഒരുപാട് പേർക്ക് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഉണ്ട്, നമ്മൾ കാണുന്നുമുണ്ട്. അപ്പം അവർ ഇത്രയും ഭാഗത്ത് മാത്രം പെരുപ്പായിട്ട് വന്നവർ, അല്ലെങ്കിൽ കാലിൻ്റെ ഇത്രയും ഭാഗത്ത് മാത്രം ഒരു പെരുപ്പ്, ഇങ്ങനെയുള്ള സിംറ്റംസൊക്കെ ഒരു പരിധി വരെ ആൾക്കാർ അതങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും, ശ്രദ്ധിക്കണമെന്നില്ല. അത് പക്ഷേ അന്നങ്ങ് മാറി. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഏതെങ്കിലും സിംറ്റംസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു ഇംബാലൻസ് കുറച്ച് ദിവസത്തേക്ക് കാണും, അതങ്ങ് മാറി. അപ്പോൾ അത് ആ ബ്രെയിനിൽ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ ഒരു ചെറിയ പ്ലാക്ക് വന്നതായിരിക്കാം. അത് പിക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ അതൊരു നമ്മളെല്ലാവരും ഡോക്ടറെ അടുത്ത് എപ്പോഴാണ് പോകണത്? എല്ലാവരും കഴിവതും ഇപ്പം ഡോക്ടറെ അടുത്ത് പോകുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കും. ഒരു തലവേദന വരുമ്പോൾ എല്ലാവരും ആദ്യം പാരാസെറ്റമോളൊക്കെ കഴിക്കും, കുറച്ച് ദിവസം പാരാസെറ്റമോൾ കഴിക്കും, എന്നിട്ടും കുറവില്ലെങ്കിൽ മാത്രമേ ചിലപ്പോൾ പോയി കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു അപ്പർ റെസ്പിറേറ്ററി വന്നാൽ അവർ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. അതേപോലെ തന്നെ ഇതേ കണക്കുള്ള സിംറ്റംസ്, നമുക്കൊരു ഡിസേബിളിങ് സിംറ്റം വരുമ്പോഴേ നമ്മൾ ഡോക്ടറെ പോയി കാണത്തുള്ളൂ. അതെ, അപ്പോഴേ കാണത്തുള്ളൂ. അപ്പോൾ ഈ മൈനർ സിംറ്റംസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞ് ഈ മൈനർ സിംറ്റംസിനെല്ലാം നമ്മൾ പോയി ഡോക്ടറെ കണ്ട് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണോ എന്ന് ചോദിക്കണം എന്നുള്ളതല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ഡിസേബിളിങ് സിംറ്റംസ് ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് കാണണം. പിന്നെ ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത് ഇപ്പം ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവബോധം കുറവ് എന്നുള്ളത് പോലെ തന്നെ ഡോക്ടർ സമൂഹത്തിൻ്റെ ഇടയിലും, എനിക്കത് പറയുന്നതിന് മടിയൊന്നുമില്ല, ഡോക്ടർ സമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന അസുഖത്തെക്കുറിച്ചുള്ള അറിവ് കുറവാണ്. അവരത് പിക്ക് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ള സാധ്യതയും കുറവാണ്. മനസ്സിലായില്ലേ? ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം ഒരു ന്യൂറോളജിസ്റ്റ് വളരെ പെട്ടെന്നത് കാണുന്ന ഉടനെ അവർ കാണുന്നുണ്ട് അത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണെന്ന് പറയും. പക്ഷേ ഒരു സാധാരണ ഡോക്ടർ ചിലപ്പോൾ അത് പറയണമെന്നില്ല. അവർ അത് പഠിക്കുന്നില്ല, അവരത് റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡിസീസല്ല. അപ്പോൾ അത് പിക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ ഇങ്ങനെയുള്ള ടോക്സും ഇതും എല്ലാം പ്രൈമറിലി ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ആ സിംറ്റംസുകൾ കണ്ടാൽ അത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൻ്റേതാവാം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രൈമറി പർപ്പസ്. അപ്പോൾ ഇത് ലക്ഷണങ്ങൾ കാണുന്നു എന്ന് വിചാരിക്കുക, നമ്മൾ വരാനെടുക്കുന്ന സമയം, അതായത് ആദ്യം തന്നെ ഈ ലക്ഷണം കണ്ടു വരുന്ന ഒരാളും ഇതൊരു ഫേറ്റൽ ആയിട്ടുള്ള പോലെ അങ്ങനത്തെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിസബിലിറ്റി പോലത്തെ ഒരു പെട്ടെന്ന് കണ്ണീ പറഞ്ഞ പോലെ ഒരു കാഴ്ച പോയി വരുന്ന ആളും തമ്മിൽ അയാളുടെ റിക്കവറി പീരീഡിന് വ്യത്യാസം ഉണ്ടാവുമോ? കറക്റ്റായിട്ട് നമ്മൾ ഞാനീ പറഞ്ഞ ട്രീറ്റ്മെൻറ്റിൽ അക്യൂട്ട് അറ്റാക്സ് വന്നാൽ നമ്മൾ എത്രയും നേരത്തെ അതിന്
മീഥൈൽ പ്രെഡ്നിസോളോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇഞ്ചെക്ഷൻസ് എടുക്കും. മീഥൈൽ പ്രെഡ്നിസോളോൺ ഇഞ്ചെക്ഷൻസ് 5 ദിവസത്തേക്കാണ് എടുക്കുന്നത് യൂഷ്വലി. അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ആൻറ്റിബോഡീസ് ഫിൽട്ടർ ചെയ്യുന്നതിനുള്ള പ്ലാസ്മ എക്സ്ചേഞ്ച് പോലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം ഈ ഒരു ട്രാൻസ്വേഴ്സ് മൈലൈറ്റീസ് വന്നു, അല്ലെങ്കിൽ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് വന്നു, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കറങ്ങി തിരിഞ്ഞ് നടന്ന് ഒരു 8-10 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഡിസീസ് ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മളിത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിക്കവറിയുടെ പെർസെൻറ്റേജ് കുറവായിരിക്കും. പക്ഷേ നമ്മളിപ്പം അത് ഡേ 1 ഡേ 2-ൽ നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്യും. അതിൻ്റെ കംപ്ലീറ്റ് റിക്കവറി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് എത്രയും നേരത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള എല്ലാ ഡിസീസിലും അങ്ങനെയാണല്ലോ. നമ്മളിപ്പം സ്ട്രോക്കൊക്കെ ആണെങ്കിൽ ടൈം ഈസ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. എക്സാക്ട്ലി ലൈക്ക് ഡീമൈലിനേറ്റിംഗ് ഡിസീസിലും ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയും നേരത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയെന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നു, ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നു. ഇത് ശരിക്കും എത്ര കാലത്തെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോവുക, അല്ലെങ്കിൽ എനിക്കിവിടെ സഹിക്കാൻ പറ്റാത്തൊരു വേദന, അപ്പോൾ അങ്ങനത്തെ ഒരു അസുഖം വന്നാൽ ഈ റിക്കവറി പീരീഡ് അല്ലെങ്കിൽ അതിന് പിന്നെ ഞാനതിൻ്റെ പിന്നാലെ നടക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് എത്ര നാളാണ്? ഇതിപ്പം നമ്മൾ ഇതേ കണക്കിപ്പോൾ ഒരാൾക്ക് ഒപ്റ്റിക് ന്യൂറൈറ്റിസ് വന്നെന്ന് വെച്ചു, ഇപ്പം സൂചിപ്പിച്ചതാണല്ലോ, അവർ പെട്ടെന്ന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അപ്പോൾ അവരൊരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു, അവരിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് റെഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ട്രീറ്റ് ചെയ്യുന്ന സെൻറ്റേഴ്സിലോ ക്ലിനിക്സിലോട്ടോ റെഫർ ചെയ്യുന്നു. അപ്പോൾ അതിനൊരു മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിനൊരു ഇവാലുവേഷൻ പ്രോട്ടോക്കോളുണ്ട്. ഇന്ന ടെസ്റ്റുകൾ നമ്മൾ ബ്രെയിനിൻ്റെ സ്കാൻ, സ്പൈനൽ കോഡിൻ്റെ സ്കാൻ, കോൺട്രാസ്റ്റ് കൊടുത്ത് എടുക്കും. അതൊരു ഇൻവെസ്റ്റിഗേഷൻ. രണ്ടാമത് നമ്മളുടെ നട്ടലിൽ നിന്നും ഒരു ഫ്ലൂയിഡ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും, ബ്രെയിൻ്റെ ഫ്ലൂയിഡ്, അത് കുത്തിയെടുത്തിട്ട് നമ്മൾ അതിനകത്ത് ആൻറ്റിബോഡീസ്, ഒളിഗോക്ലോണൽ ബാൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അയച്ച് അത് പരിശോധിക്കും. അതേപോലെ തന്നെ കണ്ണിൻ്റെ ഞരമ്പുകളുടെ കോട്ടിംഗ് പോയിട്ടുണ്ടോ എന്നറിയുന്നതിനുള്ള വിഷ്വൽ ഇവോക്ഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്, അത് ചെയ്യും. ബേസിക് ആയിട്ടുള്ള ചില ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യും. ഇങ്ങനെയുള്ള ഈ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണോ അല്ലേ എന്ന് ഡിസൈഡ് ചെയ്യുന്നതിന് അതിന് ഇൻ്റർനാഷണൽ ക്രൈറ്റീരിയ ഉണ്ട്, മക്ഡൊണാൾഡ്സ് ക്രൈറ്റീരിയ എന്നതിന് പറയുന്നത്. അപ്പോൾ ആ ക്രൈറ്റീരിയയിൽ അത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഈ റിപ്പോർട്ട്സ് എല്ലാം അതിനകത്ത് ഇമ്പോർട്ടൻസ് ആണ്. മനസ്സിലായില്ലേ? ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് ബ്രെയിനിൽ ചിലപ്പം ഒരുപാട് സ്ഥലത്ത് ഡീമൈലിനേഷൻ ഉണ്ടായിരിക്കാം, സ്പൈനൽ കോഡിൽ ഡീമൈലിനേറ്റിംഗ് പ്ലാക്സ് ഉണ്ടാവാം. ഇതെല്ലാം വെച്ചിട്ടാണ് ഈ മക്ഡൊണാൾഡ്സ് ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് നമ്മളത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണോ, അത് ഏത് ടൈപ്പാണ്, റിലാപ്സിങ് റെമിറ്റിംഗ് ആണോ, പ്രൈമറി പ്രോഗ്രസീവ് ആണോ, സെക്കൻഡറി പ്രോഗ്രസീവ് ആണോ, അങ്ങനെ ഒരുപാട് ടൈപ്പുകളുണ്ട്. അപ്പോൾ അതിലേതാണെന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം അക്യൂട്ട് അറ്റാക്കായിട്ട് വന്ന ആളാണെങ്കിൽ ഞാൻ പറഞ്ഞ ഇത് 5 ഇഞ്ചെക്ഷൻസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇത് വരാതിരിക്കാനുള്ള മെഡിസിൻസ് റെഗുലറായിട്ട് കഴിക്കണോ വേണ്ടേ, അതെല്ലാം ഈ ഇവാലുവേഷൻ പ്രോട്ടോകോൾസ് കഴിഞ്ഞിട്ട് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏത് മെഡിസിൻസ് സെലക്ട് ചെയ്യണം, ഇതെല്ലാം അത് കറക്റ്റായിട്ട് നോക്കിയാണ് ചെയ്യേണ്ടത്. പിന്നെ എത്ര നാൾ ഈ മെഡിക്കേഷൻസ് കഴിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എല്ലാ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസിനും നമ്മൾ വരാതിരിക്കാനുള്ള മെഡിസിൻസ് കഴിക്കുകയാണെങ്കിൽ അതൊരു മിനിമം ഡ്യൂറേഷൻ 2 ഇയർ വേണ്ടി വരും. മിനിമം ഡ്യൂറേഷൻ 2 ഇയർ ആണ്. ചില ആൾക്കാർ അഗ്രസീവ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ടൈപ്പ്, ഇത് വേറെ ടൈപ്പുകളുണ്ട്. ഹൈലി ആക്റ്റീവ്, അഗ്രസീവ് എന്നൊക്കെ പറഞ്ഞുള്ള മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഉണ്ട്. അഗ്രസീവ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ്, ഇതൊരു പിരമിഡ് പോലെയാണ്. അപ്പം ആദ്യം ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും, അതിൽ ഇമ്പ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ സെക്കൻഡ് ലൈൻ, അങ്ങനെ പോവും. മനസ്സിലായില്ല? അപ്പം അഗ്രസീവ് ഗ്രൂപ്പ് ഓഫ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ മെഡിസിൻ കൊടുത്താലും ചിലപ്പോൾ അവർക്ക് വീണ്ടും വേറൊരെണ്ണം റിലാപ്സസ് വരും, വീണ്ടും വേറെ. ഇപ്പം കാഴ്ചശക്തി ഇല്ലാതെ വന്ന ആൾ ഇച്ചിരി കഴിയുമ്പം അരയ്ക്ക് താഴെ ബലക്കുറവ് വരുന്ന കണക്കാവാം, അല്ലെങ്കിൽ നടക്കുമ്പോൾ ആടിപ്പോകുന്ന കണക്കാവാം. അങ്ങനെ വരുമ്പോൾ അതനുസരിച്ച് ആ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് അനുസരിച്ച് അതിൻ്റെ മെഡിസിൻസസ് എല്ലാം ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം നോർമലി ബിനൈൻ MS എന്ന് പറയുന്ന ഒരു 15% മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് വളരെ ബിനൈനാണ്. വി കോൾ ഇറ്റ് ആസ് ബിനൈൻ MS. ഒറ്റ എപ്പിസോഡ് വന്ന് പിന്നെ വരുത്തേയില്ല. അങ്ങനെയുള്ളതുണ്ട്. 15% വിൽ നോട്ട് ഹാവ് എനി റിലാപ്സസ്, ദറ്റ് ഈസ് കോൾഡ് ബിനൈൻ MS. 15 വർഷത്തോളം റിലാപ്സ് ഇല്ല എങ്കിൽ നമ്മളത് മാറി എന്നുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ ഫ്രീക്വൻ്റായിട്ട് വരികയാണെങ്കിൽ ദ ട്രീറ്റ്മെൻറ്റ് വിൽ, എത്ര ഡ്യൂറേഷൻ എന്ന് നമുക്ക് പറയാൻ പാടാണ്. പക്ഷേ ആസ് യു ആസ്ക്ഡ്, 2 വർഷം മിനിമം ഡ്യൂറേഷൻ, ക്യാൻ ബി 5 ഇയർ ഓർ മോർ. മേ ബി അത് കുറേ കാലത്തേക്കെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കുന്ന അല്ല, അത് അവിടെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എപ്പോഴും ഒരു 10 to 50 ഏജ് ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പോൾ ഒരു ഏജ് അങ്ങോട്ട് പോകും തോറും ഇതിൻ്റെ റിലാപ്സ് വരാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടേയിരിക്കും.
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായി. ഇപ്പം നമ്മൾക്ക് ഈ പേഷ്യൻസിനും അത് ഭയങ്കര ആശ്വാസമായി. ഇപ്പം നമ്മളൊരു 35 വയസ്സ് അല്ലെങ്കിൽ 38 വയസ്സുള്ള നമുക്ക് ഒരുപാട് പേരുണ്ട്. അവർ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പം ഇതിനി ഞാൻ ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ മെഡിസിൻസ് കഴിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും അപ്പം ഏജ് കൂടുന്തോറും സന്തോഷിക്കുന്ന ഒരാൾക്കാരാണ് അവർ ഡയലോഗ് ആ ഒരു പേഷ്യൻ്റ് തന്നെ പറഞ്ഞതാണ്, ഡോക്ടറെ എനിക്കെൻ്റെ പ്രായം കൂടുന്തോറും എനിക്ക് സന്തോഷമാണ്, എനിക്ക് വീണ്ടും MS-ൻ്റെ റിലാപ്സ് വരാനുള്ള സാധ്യത കുറവാണല്ലോ. അതായത് 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ റിലാപ്സ് ചെയ്യാനുള്ള സാധ്യത ആൾമോസ്റ്റ് കുറവാണ്, വളരെ കുറവാണ്. പക്ഷേ അതായത് നമുക്ക് മാറ്റം വരുന്നില്ലല്ലോ. അതായത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഇമ്മ്യൂണിറ്റിയാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എങ്ങായിരിക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം ഇമ്മ്യൂണിറ്റി. നമ്മൾ ഏജ് കൂടുന്തോറും എന്താ സംഭവിക്കുക, നമ്മുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കുറയുമ്പോൾ ദിസ് ഡിസീസ് ഓൾസോ വിൽ കം ഡൗൺ. എല്ലാവരും ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇതൊരു ആൾട്ടേർഡ് ഇമ്മ്യൂണിറ്റിയാണ്. നോർമൽ ഇമ്മ്യൂണിറ്റി ഈസ് ഓൾവേസ് ഗുഡ്. ആ ഇമ്മ്യൂണിറ്റിയുടെ ഇത് മിസ്ഡയറക്റ്റ് ചെയ്യുന്നതല്ലേ, ഈ ആൻറ്റിബോഡീസ് മയലിൻ അഗൻസ്റ്റ് മിസ്ഡയറക്റ്റ് ചെയ്യുന്നതാണ്. മിസ്ഡയറക്റ്റ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഇത് ഏതെങ്കിലും പ്രൊഫഷനിലുള്ള ആളുകൾക്ക് കൂടുതൽ വരും, അങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച വളരെ ഇമ്പോർട്ടൻ്റ് അഫ്ലുവൻ്റ് ആൾക്കാരിലാണ് കാണുന്നത്. അത് എനിക്കറിയില്ല പ്രത്യേകിച്ച്, കാരണം പറയാൻ പാടാണ്. ബിക്കോസ് അഫ്ലുവൻ്റ് ആൾക്കാരിലാണ് കൂടുതൽ, ഒരുപക്ഷെ അവരുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കൂടുതലായിരിക്കാം. ബിക്കോസ് ദേ ആർ ടേക്കിംഗ് ന്യൂട്രീഷ്യസ് ഫുഡ്, ഡൂയിങ് എക്സസൈസ്, അങ്ങനെയുള്ള ആൾക്കാരിലാണ് ഇത് കാണുന്നത്. അഫ്ലുവൻ്റ് പീപ്പിളിലാണ് കാണുന്നത്. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച്. അതെ, അങ്ങനെയുള്ള അത് നമ്മുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കൂട്ടുന്നത് നല്ലതാണ്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ സേർട്ടൺ ജെനറ്റിക് പ്രിഡിസ്പോസിഷൻ കാരണമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണങ്ങളാലോ ആ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഡിസ്റെഗുലേറ്റ് ചെയ്ത് കഴിയുമ്പം ഇമ്മ്യൂണിറ്റി കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് പ്രയോജനത്തിനെക്കാട്ടിയും ദോഷം ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് ജനറ്റിക്സുമായിട്ട്, അതായത് പാരമ്പര്യമായി വരാൻ സാധ്യതയുള്ളൊരു രോഗമാണോ? ചെറിയ തോതിലുള്ള പാരമ്പര്യം പറയുന്നുണ്ടെങ്കിലും ഇതൊരു പ്രൈമറിലി പാരമ്പര്യത്താൽ പോകുന്ന ഒരു ഡിസീസല്ല, ഇൻഹെറിറ്റഡ് ഡിസീസസ് അല്ല. പക്ഷേ ഇപ്പോൾ ഒരു ട്വിൻസ് ഉണ്ടാകുന്നെന്ന് വെച്ചോ, ട്വിൻസിൽ ഒരാൾക്ക് മൾട്ടിപ്പിൾ സ്ക്ലിറോസ് ഉണ്ടെങ്കിൽ മറ്റേ ട്വിന്നിന് വരാനുള്ള ചാൻസ് 40% ഉണ്ട്. ആ രീതിയിൽ ഒരു HLA എന്ന് പറയും, HLA കോംപ്ലക്സസ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഡിസീസസ് ആണ്. അപ്പോൾ ഒരു ലെസ് ദാൻ 10% മാത്രമേ ഒരു പാരമ്പര്യത്തിന് ഇതിനകത്ത് റോളുള്ളൂ. ഇപ്പോൾ ട്വിന്നിന് വരാം, പക്ഷേ സിബ്ലിങ്ങിനും വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ 40% പറഞ്ഞെങ്കിലും മറ്റേ സിബ്ലിങ്സ് ആകുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് 10-ലേക്ക് മാറും. പക്ഷേ അടുത്തൊരു തലമുറയിലേക്ക് വരുമ്പോൾ നിർബന്ധമില്ല വരാൻ. അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ വരാനുള്ള ചാൻസ് വീണ്ടും കുറയുക ചെയ്യും.